ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടെ താഴെ കണി വെച്ച കൊടുത്തുനിന്ന് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. വേണ്ട, കണി വെച്ച ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കണി കണ്ട് നേട്ടതിന് ശേഷം പല്ല് തേച്ച് മുഖം കഴുകി ചുക്കുവെള്ളം ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ചോറ് വെച്ചു. ഇന്ന് വലിയ ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതിങ്ങനെ അരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കും. കുറേ ദിവസമായി പറയുന്നു. അപ്പോൾ അത് വാട്ടിയതുണ്ട്. ഇന്നലെ ശ്രീലക്ഷ്മി കുറേ ദിവസമായി അമ്മമ്മ ഉള്ള സമയത്ത് ഞങ്ങൾ ചിക്കന് ഒക്കെ വാങ്ങിക്കൊണ്ടെന്ന് കൊടുത്തിരുന്നു അമ്മമ്മയ്ക്ക്. ഇപ്പം അമ്മമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സംഭവം കൂടുതൽ യൂസ് ചെയ്യലില്ല, ഉപയോഗിക്കലില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യങ്ങൾ ഇപ്പം കുറേ ആയതും കൊണ്ട് ഒരു തോന്നൽ വന്ന് ഇന്നലെ ചിക്കൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു 100 രൂപയ്ക്ക് ശ്രീലക്ഷ്മിക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങി. അപ്പോൾ അത് വെള്ളമില്ലാതെ കുറച്ച് വെള്ളമാക്കിയിട്ട് കറി വെച്ചിട്ടുണ്ട്. പപ്പടം ഉണ്ട്, പുളിയിഞ്ചി ഉണ്ട്, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാതും ആയി. ഇനിയിപ്പോൾ കുളിക്കാൻ പോവാൻ നിൽക്കുകയാണ്. ശ്രീലക്ഷ്മി നീട്ടിട്ടില്ല. ഹായ് പറയൂ കുട്ടിയേ, ഹായ് ഹായ്. ആണ്ടോ, പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നൊരു കൈയൊക്കെ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഹായ്. അപ്പോൾ നീട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞതിന് ശേഷം പല്ല് വയ്ക്കാനൊക്കെ കുളിക്കുകയുള്ളൂ. അവളെ കൊണ്ടാണ് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. നമ്മളാരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. കാരണം ആരോരും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെയല്ലോ. 2 മാസം സ്കൂൾ പൂട്ടിയപ്പോൾ നമുക്ക് വേറെ എവിടെ ആക്കാനൊക്കില്ല. ഞാൻ പോകുമ്പോൾ കൊണ്ടുപോവുകയാണ്. നമ്മൾ ചിലവും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം വീട്ടിൽ ഒറ്റയ്ക്കിട്ട് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ കാലം നന്നായിട്ട് അറിയാം. ഞാൻ കുടുംബത്തിന് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. പിന്നെ നമുക്ക് എവിടെയും അങ്ങനെ വിശ്വസിച്ചാക്കാൻ ഒരു സമാധാനമില്ല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോവുക. നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് നമുക്കൊരു പണിയെടുക്കുമ്പോൾ നമ്മളെ മനസ്സൊരു സ്ഥലത്തായിരിക്കും. മറ്റേ നമ്മളെവിടെയെങ്കിലും ആക്കി പോയിട്ട് 2 മനസ്സായിരിക്കും നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെ മൈൻഡ് തന്നെ വേറെ ലെവലിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയി ഇരുത്തും. കുറച്ച് നേരമൊക്കെ മൊബൈലിൽ തോണ്ടി കളിക്കും. കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അങ്ങനെ എന്താ പറയുക, എല്ലാ കുട്ടികളും വിരുന്ന് പോവും, പല കാര്യങ്ങൾക്ക് ടൂറ് പോവുകയൊക്കെ ചെയ്യും. പക്ഷെ ശ്രീലക്ഷ്മിക്ക് ടൂറ് പോകാനോ ഇരുന്ന് പോകാനോ ആരും ഇല്ല. ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അങ്ങനെ നമ്മളെ ജീവിതം കണ്ടറിഞ്ഞ് കൊണ്ടുപോകാനൊന്നുള്ള ആൾക്കാരില്ല. പിന്നെ എന്താ വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിനായി നമ്മളെ ബുദ്ധിമുട്ടിയാൽ, കാരണം നമ്മൾ രക്ഷിതാക്കളല്ലേ, നമ്മളെ ബുദ്ധിമുട്ടണ മാതിരിയല്ലല്ലോ മറ്റുള്ളവർ. ആരും ബുദ്ധിമുട്ടിക്കാനാവില്ല എന്ന് ഓർത്തപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. വിഷുവിന് അമ്മേനെ കാണാൻ പോകണം വിചാരിച്ചിരുന്നു. അമ്മേനെ കാണാൻ പോകാൻ പറ്റിയില്ല. ശ്രീലക്ഷ്മിക്ക് സുഖമില്ലാതെ. അപ്പോൾ അത് കാരണം അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പറ്റിയില്ല. പോയിട്ട് ഞാനൊന്ന് വരണം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പോയിട്ടില്ല, അപ്പോൾ വയ്യാത്തതുകൊണ്ട്. പിന്നെ ഒരു മരണം ഉണ്ടായിരുന്നു, അപ്പോൾ കൂടെ ആയിട്ട് അങ്ങനെ വിഷുവൊന്നുമില്ല കുറി. അപ്പം അമ്മ പറയണം അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടും കൂടിയാണ് ഞാൻ കാണാൻ പോകാൻ വേണ്ടിയിട്ട് നിന്നത്. കാണാൻ പോയിട്ടില്ല. ഞാൻ ഫോണിൽ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തു. കുട്ടീനോട് കുറേ പറഞ്ഞു. ആ സദ്യ ഉണ്ട്, ഈ സദ്യ ഉണ്ട്, ആ പായസമുണ്ട്, പടക്കമുണ്ട് ഒക്കെ പറഞ്ഞു. എന്ത് ചെയ്താ നമുക്ക് ഒന്നാമത് ശരീരം കൊണ്ട് വയ്യ. പിന്നെ ഒന്നാമത് പൂരത്തിന് പോയിട്ടേ അവിടെ 3 മണിക്കാണ് നിൽക്കൽ തുടങ്ങിയിട്ട് 8 മണി വരെ അങ്ങാടിപ്പുറം പൂരത്തിൻ്റെ അവിടെ നിന്നിട്ട് കാലിൻ്റെ മുട്ടുകൊണ്ട് വയ്യ. അപ്പം ഞാൻ എങ്ങോട്ടും ഇല്ല ഒക്കെ പറഞ്ഞു. വലിയ തുള്ളിച്ചാടി ഇരിക്കുന്ന പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഇതുണ്ടോ ഞങ്ങളെ പിന്നെ വീട്ടിലുണ്ടായ മുല്ലപ്പൂവാണ് കേട്ടോ. 3 മുറം പൂവൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് മുല്ലപ്പൂവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുട്ടിക്കാലത്തൊക്കെയാണ് അതൊക്കെ മാല കോർത്ത് തലയിൽ ചൂടണമെന്നൊക്കെ. അങ്ങനത്തെയൊന്നും എഴുതിയില്ല. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളത് കോർക്കുമെന്ന് വിചാരിക്കുന്നു. കടയ്ക്ക് പോകണം. അടുക്കളപ്പണി കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് തല വേർത്തിരിക്കണം. അപ്പോൾ തല വേർപ്പൊന്ന് വറ്റട്ടെ എന്ന് ഓർത്തിരിക്കുക. എണ്ണ തേക്കുമ്പോഴേ ചിലപ്പോൾ വറ്റാൻ വേണ്ടിയിട്ട് ഇരിക്കണം. കുളിക്കണം. പിന്നെ ചോറും വെള്ളമൊക്കെ പാത്രത്തിലാക്കണം. പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
കട്ടൻ ചായ ഉണ്ടായിരുന്നു, അത് കുറച്ച് നേരത്തെ ഞാൻ കുടിച്ചു. അപ്പോൾ ചായയൊക്കെ പൊതുവേ ഭക്ഷണം പൊതുവേ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. താങ്ക് യു.